ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് MLA കോൺഗ്രസിന്റെ നേതൃത്വമാണ്. ഞങ്ങൾക്കിപ്പോൾ എന്തുകൊണ്ടാണ് ലീഗിനെ മുൻകൂട്ടി അറിയിക്കാതിരുന്നതെന്നും UDFന്റെ നിയോജക മണ്ഡലം യോഗം നടന്നപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞില്ല എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല. അത് UDF വേദികളിൽ ഞങ്ങൾ ഇനി ചോദിക്കും. തുടർച്ചയായിട്ട് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിൽ അസംതൃപ്തി ഉണ്ട് ലീഗിന്റെ നേതാക്കന്മാർക്കും അണികൾക്കും ഒക്കെ ഉണ്ട്. MLA പറയും. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിന്റെ താക്കോൽദാന ചടങ്ങ് അദ്ദേഹം നിർമ്മിച്ച വീടുകളെ ചടങ്ങ് നടന്നിരുന്നു. അതിൽ ലീഗിൽ ഒരു വിഭാഗം വിട്ടുനിന്നിരുന്നു. അപ്പൊ നമ്മളെ ലീഗിന് വേണ്ടത്ര ലീഗിനോട് മുൻകൂട്ടി ഇത് അറിയിച്ചില്ല എന്നുള്ള പരാതിയാണ്. ഒരു മണ്ഡലം ഭാരവാഹി എന്നുള്ള നിലയിൽ ശരിക്ക് നിങ്ങൾ അറിയിച്ചിരുന്നു ഈ സംഭവം? UDF വന്നിരുന്നു. സംഭവം അറിയിച്ചിട്ടുണ്ട്. അറിയിച്ചത് എന്ന് വെച്ചാൽ ഇങ്ങനെ പരിപാടിയൊക്കെ തീരുമാനിച്ചതിന് ശേഷം ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് എന്ന് അറിയിച്ചു എന്നല്ലാതെ അതിന്റെ 2 ദിവസം മുമ്പ് നടന്ന നിയോജകമണ്ഡലം UDF കമ്മിറ്റി യോഗത്തിൽ അറിയിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും അതിൽ ബഹിഷ്കരിക്കാൻ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. പിന്നെ പ്രാതിനിധ്യക്കുറവുണ്ടായിട്ടുണ്ട്. പ്രാതിനിധ്യക്കുറവുണ്ടായിട്ടുള്ളത് ഒന്ന് പെരുന്നാളിന്റെ തലേ ദിവസമായിരുന്നു ഈ പരിപാടി ഉണ്ടായിരുന്നത്. ഒക്കെ എല്ലാവർക്കും പെരുന്നാളും മറ്റുള്ള കാര്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെ ആയിരുന്നു. പിന്നെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നൈരാശ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് അല്ലാതെ പാർട്ടി അതിന് ബഹിഷ്കരിക്കാൻ ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ടില്ല. ഒരു നേതാവ് അത് UDF ലെവലിൽ വരുമ്പോ ലീഗോട് കൂടി അറിയിക്കണ്ടേ? തുടക്കം മുതലൊക്കെ അറിയിക്കേണ്ടതാണ് അതിന്റെ മര്യാദ. അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പൊ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. എനിക്ക് MLA അല്ലെങ്കിൽ ആരോ വിളിച്ചിട്ടില്ല. ഞാൻ ഖാലിദ് മാഷ് വിളിച്ചാണ് ഇങ്ങനെ പരിപാടി ഉണ്ട്, പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളെയൊക്കെ അറിയിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളെയും ഞാൻ വിളിച്ചറിയിച്ചു. അത്രേ ഉള്ളൂ. എനിക്കന്ന് പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് നിലക്ക് ഖാലിദ് മാഷ് ഞാൻ അറിയിച്ചിരുന്നു. ഖാലിദ് മാഷക്കും കുഞ്ഞാപ്പാജിക്കും ഒക്കെ എന്തോ വ്യക്തിപരമായ അസൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് പങ്കെടുക്കാതിരുന്നു. സ്വാഗത പ്രസംഗം എങ്ങനെയാണ് അദ്ദേഹം നടത്തിയെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല. കാരണം ഇസ്മായിൽ മുത്തീറും പങ്കെടുത്തു, അതിൽ അസ്വാഭാവികതയൊന്നുമില്ല. പക്ഷേ വണ്ടൂർ നിയോജകമണ്ഡലത്തിൽ നടന്ന ഒരു കാര്യത്തില് മുഖങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഇതാണ് ഈ പെരുന്നാളും മറ്റുള്ള ഇതൊക്കെ ആയതുകൊണ്ടും പിന്നെ അതിൽ വ്യക്തിഗത ഗുണഭോക്താക്കളെ വ്യക്തിഗതമായ ആനുകൂല്യം നൽകിയപ്പോൾ അതിന്റെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതിലുണ്ടായ ഒരു അവ്യക്തത പല പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരും അന്വേഷിച്ചു. ഇതിനെന്ത് മാനദണ്ഡമാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചപ്പോൾ ലീഗിനുകൊണ്ട് പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ ഒരു വ്യക്തത ഞങ്ങൾക്ക് ലീഗിന്റെ മണ്ഡലം നേതാക്കന്മാർക്ക് പഞ്ചായത്ത് ഭാരവാഹികളെ അറിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാത്തൊരു പ്രയാസം ഇതിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ബഹിഷ്കരിക്കാനൊന്നും പാർട്ടി തീരും. ബഹിഷ്കരിച്ചു എന്ന് പറയുന്ന വാർത്ത ശരിയല്ല. കാരണം യാദർശികമായിട്ട് ലീഡേഴ്സിന് പങ്കെടുക്കാൻ പറ്റാതിരുന്നപ്പോൾ അത് ബഹിഷ്കരിച്ചു എന്നില്ല, എനിക്ക് ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. പക്ഷെ അതൊരു കാരണം കൂടി ഇല്ലേ ശരിക്കും? അത് നമ്മളെ ലീഗിന്റെ ആളുകളെ കാണാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. ആ ലീഗിന്റെ അണികൾ വരാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ലീഗിന്റെ അണികൾ വരാതിരുന്നതിൽ യാദർശികമാണ്, അതൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ല. എന്തുകൊണ്ടായിരിക്കും മുൻകൂട്ടി ലീഗിനെ അറിയിക്കാതിരുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് MLA കോൺഗ്രസിന്റെ നേതൃത്വമാണ്. ഞങ്ങൾക്കിപ്പോൾ എന്തുകൊണ്ടാണ് ലീഗിനെ മുൻകൂട്ടി അറിയിക്കാതിരുന്നതെന്നും UDFന്റെ നിയോജക മണ്ഡലം യോഗം നടന്നപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞില്ല എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല. അത് UDF വേദികളിൽ ഞങ്ങൾ ഇനി ചോദിക്കും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് അങ്ങനെ കൂടിയാലോചന ഇല്ലാതെ പോയി എന്നുള്ളത്. കൂടിയാലോചന ഇല്ലാതെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള ഫീലിംഗ് രാഹുൽ ഗാന്ധിന്റെ MP ആയിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധി ഒരു മൂവ്മെന്റിന്റെ നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം MP ആയ സ്ഥാനത്തുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവഗണിക്കുക എന്നുള്ളതും അതൊക്കെ ഉൾക്കൊള്ളുക എന്നുള്ളതും ഒരു ജനാധിപത്യ മര്യാദ എന്നുള്ളവർക്ക് മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് അങ്ങനെ അതിലൊന്നും പ്രതിഷേധം അറിയിച്ചിരുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി ഒരു ലീഡറാണ്, ഒരു മൂവ്മെന്റിന്റെ ലീഡറാണ്. ആ മൂവ്മെന്റിന്റെ ഒപ്പമാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമായ നിലപാടുള്ളത്. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ ഒരു പ്രതികരണങ്ങൾ പാർട്ടി അണികളിൽ നിന്നോ പാർട്ടി ഭാരവാഹികളിൽ നിന്നോ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അത് തുടരുമ്പോൾ
ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് UDF നേതൃത്വത്തെ ഞങ്ങൾ അറിയിക്കുന്നല്ലാതെ ഒരു ബഹിഷ്കരണത്തിന്റെ ഘട്ടത്തേക്കൊന്നും ഇത് എത്തിയിട്ടില്ല. അപ്പൊ നോക്കൂ, ഇനി നമ്മൾ പോകുന്നൊരു തെരഞ്ഞെടുപ്പിലേക്കാണ്, തെരഞ്ഞെടുപ്പിലേക്കാണ്. അപ്പൊ അവിടെ ഇതൊക്കെ ഒരു വിഷയങ്ങളാണ്, അണികൾക്കിടയിൽ തന്നെ ഇതൊക്കെ ഒരു മുറിവോട്ടുള്ള സാധ്യത കൂട്ടൂലേ? UDF പഞ്ചായത്ത് ഇലക്ഷനിന് മുമ്പും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഇപ്പൊ നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അതിന്റെ കഴിവും പ്രാപ്തിയുള്ള നേതാക്കന്മാർ ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. ഈ നിയോജകമണ്ഡലത്തിലാണ് ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കുഞ്ഞാപ്പാജി ഉള്ളത്. ദീർഘകാലമായിട്ട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് നല്ല മുന്നണി സംവിധാനം എന്ന് പറഞ്ഞാൽ പരസ്പരം സഹകരണത്തോട് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷവും ഭരണപരമായ കാര്യങ്ങളിലൊക്കെ കൂടിയാലോചനകൾ നടത്തേണ്ട ഒരു ഇതാണ്. തുടർച്ചയായിട്ട് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിൽ അസംതൃപ്തി ഉണ്ട് ലീഗിന്റെ നേതാക്കന്മാർക്കും അണികൾക്കൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ ഈ വിഷയം വന്നിട്ടില്ല. അതെന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതൊന്നും ഞങ്ങൾക്കറിയില്ല. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്. UDFിലെ ചെയർമാൻ നിലക്ക് കാജിദ് മാഷ വിളിച്ചു പറഞ്ഞത്. പിന്നെ MLA പഞ്ചായത്ത് ലീഗിന്റെ പ്രസിഡന്റുമാരെയും മണ്ഡലം ഭാരവാഹികളൊക്കെ വിളിച്ചിരുന്നു വന്നു. ജനറൽ സെക്രട്ടറി ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. വിളിക്കേണ്ടതാണ്. അപ്പൊ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് UDFിന്റെ മീറ്റിംഗ് തീരുമാനിച്ചിട്ടില്ല. UDF ലീഗിന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. അതെല്ലാ കാര്യങ്ങളും നമുക്ക് പത്രക്കാരോട് പങ്കുവെക്കാൻ കഴിയണേ അതല്ല. വിഷയമായിട്ട് വരാൻ സാധ്യത ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഇപ്പോൾ ഉണ്ടായ ഇന്നലെ ഒരു ചാനലിൽ വന്ന വാർത്ത, അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിന്റെ പരിപാടിയിൽ മുസ്ലിം ലീഗിന്റെ പല പഞ്ചായത്ത് ഭാരവാഹികളും അതുപോലെ തന്നെ മണ്ഡലം ഭാരവാഹികളുടെ ഒക്കെ സാന്നിധ്യം, ഇതൊക്കെ പാർട്ടി അണികൾ നേരിട്ട് കാണുകയാണല്ലോ. അല്ല നോക്കൂ, ഇന്നലെ ഇപ്പൊ ആ വാർത്ത വന്നത് ശരിക്കും നിങ്ങൾ അണികളിൽ നിന്ന് പോയ സംഭവം തന്നെ. അവരവരുടെ സങ്കടം മാധ്യമങ്ങളെ വിളിച്ച് അറിയിച്ചതാണ്, എന്നെ വിളിച്ചിരുന്നു. അത് എന്താണെന്നറിയില്ല, എങ്ങനെ വാർത്ത എങ്ങനെ വന്നു എന്നുള്ളത് അറിയില്ല. അത് UDFിന്റെ മീറ്റിങ്ങുകളിൽ UDFിന്റെ ബോഡിയിൽ അറിയിക്കും. അതല്ലാതെ വാർത്ത ചാനലുകാരെ വിളിച്ച് പറഞ്ഞിട്ടോ ചാനലുകൾക്ക് ഇതിന് പരിഹാരം കാണാൻ കഴിയുള്ളൂ. ഇത് കൂടുതൽ രൂക്ഷാക്കാനല്ലേ കഴിയുള്ളൂ. അത് MLA-നോട് പറയും. MLA-നോട് പറയും. ഞങ്ങളിപ്പോ ഇത് സംഭവിച്ചത് കാര്യം നടന്നത് പെരുന്നാളിന്റെ തലേ ദിവസമാണ്, പിറ്റേന്ന് പെരുന്നാള്, പിന്നെ ഇന്നൊരു ദിവസമാണ്. അത് പിന്നെ പ്രിയങ്ക ഗാന്ധിന്റെ തീയതി എന്നുള്ളത് ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ട് നോക്കാൻ പറ്റുന്ന ഒരു ഇതല്ലല്ലോ പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധിക്ക് ഇപ്പോ വയനാട് ഒരു പ്രോഗ്രാമിന് വന്നപ്പോ ആ കൂട്ടത്തിൽ പ്രോഗ്രാം ആക്കിയതായിരിക്കും. പ്രിയങ്ക ഗാന്ധിന്റെ പ്രോഗ്രാം അതിന്റെ സമയത്തിലും ഇതിലും നമ്മള് അസംതൃപ്തി പ്രകടിപ്പിക്കുന്നത് ശരിയല്ല. കാരണം പ്രിയങ്ക ഗാന്ധി അത് സമയം തരികയാണെങ്കിലും ആ ടൈമിനോട് നമ്മൾ യോജിക്കുക എന്നുള്ളതാണ് അത് മര്യാദ. കാരണം അവർ എന്ന് പറഞ്ഞാൽ അത്രയും AICസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രഗത്ഭ നേതാവാണ്. ഈ നിലക്ക് നമ്മളെ സൗകര്യത്തിന് പ്രിയങ്ക ഗാന്ധിന്റെ ഡേറ്റ് ആകണം എന്ന് പറയുന്നത് അതൊരു അഹങ്കാരല്ലേ? അല്ല, ഈ വിഷയം MLA-ന്റെ കണ്ടു പറയാൻ പോകില്ല. അത് MLA-ന്റെ ഞങ്ങൾ ചർച്ച നടത്തും. MLA-ന്റെ കോൺഗ്രസ് നേതൃത്വത്തിൽ ചർച്ച നടത്തും. കാരണം മുന്നണി സംവിധാനത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് പ്രയാസമാണ്. കാരണം വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒക്കെ, അതൊക്കെ അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒക്കെ ഇടയിൽ ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകണ ഈ അകൽച്ച ദോഷം ചെയ്യുന്നില്ലതുകൊണ്ട് MLA-നായിട്ടും ബന്ധപ്പെട്ട ആളുകളുമായിട്ട് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ചർച്ച നടത്തും.